5 ഉപതെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരി എന്ന് വെച്ചാൽ ഭൂരിപക്ഷമൊക്കെ ഡബിളും ത്രിബിളും ഒക്കെ ആയിട്ട് വർദ്ധിക്കുകയാണ്. നിലമ്പൂർ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് നമ്മൾ പിടിച്ചടക്കിയെന്ന് മാത്രമല്ല 11,000 ചില്ലാനം ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് തദ്ദേശ സേവന സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ്. UDF ചരിത്രത്തിൽ ഒരിക്കലും ലഭിക്കാത്ത രൂപത്തിലുള്ള വിജയം UDF ലഭിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ കൃത്യമായ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്ന് ഇതിനേക്കാളും ഇനി വേറെന്താ അറിയേണ്ട കാര്യം. ഏറ്റവും കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ സ്വതന്ത്രരായി UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ്. ഇനിയുള്ളത് താനൂരും തവനൂരും പൊന്നാനിയാണ്. ഈ 3 സീറ്റുകളും, തവനൂർ നിങ്ങൾക്കറിയാം 2000 വോട്ടിനാണ് പോയത്. താനൂര് പോയത് 1000 താഴെ വോട്ടുകൾക്കാണ്. അപ്പോൾ ഇത് നിർബന്ധമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോ, ഈ തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ 16-ൽ 16 സീറ്റും നേടുന്ന തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. 2 തവണ കൈവിട്ടുപോയ ഈ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്തത് ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിന്റെ ഉന്നത നേതാവിന്റെ മകൻ കൂടിയായ ആര്യാടൻ ഷൗക്കത്താണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എക്സ്പ്രസ് കേരളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കുന്നത് കേൾക്കാം. എങ്ങനെയുണ്ട് നിലമ്പൂരിന്റെ പ്രതീക്ഷകൾ? നിലമ്പൂരിൽ എനിക്ക് ഒരു 8 മാസമാണ് നിലമ്പൂരിൽ കിട്ടിയത്. അതിന് നമുക്ക് പരമാവധി ഈ 8 മാസം കൊണ്ട് ഒരു 200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഉത്തരവ് വാങ്ങിക്കൊണ്ടുവരാൻ സാധിച്ചു. കാരണം എൻ്റെ പിതാവ് കൊണ്ടുവന്ന കുറേ പദ്ധതികൾ കഴിഞ്ഞ 10 വർഷമായി അത് മൃതപ്രായമായി കിടക്കുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായി. അതിൽ നിന്നും അതിനെ പേർത്തെടുത്ത് അത് പുനരാവിഷ്കരിക്കാൻ നിലമ്പൂർ ബൈപ്പാസ് ആവട്ടെ, എടക്കര ബൈപ്പാസ്, നിലമ്പൂർ ഗവൺമെൻറ് കോളേജ്, അങ്ങനെ നിരവധി ഒരു 200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 8 മാസം കൊണ്ട് 200 ദിവസമാണ് ഞാൻ പറഞ്ഞ കണക്ക്. 200 ക്യാപ്ഷൻ 200 ദിനങ്ങൾ 200 കോടി കൊണ്ടുവരാൻ സാധിച്ചു എന്നൊരു ചരിത്രം. അതായത് പദ്ധതി അനൗൺസ് ചെയ്യാൻ കഴിച്ചു, അതിന് അംഗീകാരം അല്ല. ചില പദ്ധതികൾ ടെൻഡർ നടപടിയിലേക്ക് പോയി. ചിലത് പ്രവൃത്തി ചെയ്യാൻ സാധിച്ചു. ചിലത് ടെൻഡർ നടപടി യിലേക്ക് എത്താൻ വേണ്ടിയുള്ള കുറേ സാങ്കേതിക തടസ്സങ്ങളുള്ള കുറേ പദ്ധതി അത് ടെൻഡർ ചെയ്യാൻ സാധിച്ചു. ചില പദ്ധതികൾ ഈ പറഞ്ഞ പോലെ ഭരണാനുമതി കിട്ടി, ഇനി ബാക്കിയുള്ള നടപടികളിലേക്ക്. അങ്ങനെ പല സ്റ്റേജുകളിലായിട്ടാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഈ തവണത്തെ പ്രചരണത്തിൽ ഈ 200 കോടിയുടെ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. അതെ എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ 200 കോടിയുടെ പദ്ധതികൾ ഞാൻ കൊണ്ടുവന്നു എന്നതിനേക്കാൾ ഉപരി നിലമ്പൂർ ഏറെക്കാലമായി ആവശ്യപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നിലമ്പൂർ ബൈപ്പാസ്, അതിന് സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ 55 കോടി രൂപ അവർക്ക് നൽകാനുള്ള കാശ് സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. അവർ മുട്ടാത്ത വാതിലുകളില്ല, ചെയ്യാത്ത സമരങ്ങളില്ല. അവർക്ക് മുഴുവൻ ആളുകൾക്കും ഈ 55 കോടി രൂപ വെച്ച് മുഴുവൻ ആളുകൾക്കും അതിൻ്റെ കാശ് കൊടുക്കാൻ സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് കോളേജ് UDF ഭരണകാലത്ത് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന ഗവൺമെൻറ് കോളേജുകൾ മുഴുവൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. സ്വന്തം ബിൽഡിംഗ്, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കോളേജായി വളർന്നു, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിന് ഇപ്പോഴും സ്ഥലമെടുപ്പ് വരെ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഈ 8 മാസത്തിനുള്ളിൽ നമുക്ക് സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കാൻ സാധിച്ചു. കിഫ്ബിയുടെ 12 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, കെട്ടിടത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു. ഈ 200 ദിനങ്ങൾ കൊണ്ട് 200 കോടിയുടെ വികസന പദ്ധതികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെറിറ്റ് MLAക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുമോ? ഇല്ല, അത് സ്വാഭാവികമായിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കഴിഞ്ഞ 9-10 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുകയാണ്. 8-9 വർഷമായിട്ട് ഇടതുപക്ഷ MLA ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത്രയും കാലം അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല? അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനേക്കാളും കൂടുതൽ അനുകൂലമായ ഫാക്ടർ, ഇപ്പോൾ വികസന കാര്യം പറഞ്ഞു, പൊളിറ്റിക്കലി ആ ഫാക്ടർ എന്താണ് കൂടുതൽ അനുകൂലമായ? അല്ല, അത് ബൈ ഇലക്ഷന് മാത്രമല്ല. നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള വിക്ടറിയാണ് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ലോക്കൽ ബോഡിയല്ല, അത് കഴിഞ്ഞ് പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. 5 ഉപതെരഞ്ഞെടുപ്പുകളും
UDF തൂത്തുവാരി എന്ന് വെച്ചാൽ ഭൂരിപക്ഷമൊക്കെ ഡബിളും ത്രിപിളും ഒക്കെ ആയിട്ട് വർദ്ധിക്കുകയാണ്. നിലമ്പൂർ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് നമ്മൾ പിടിച്ചടക്കിയെന്ന് മാത്രമല്ല 11,000 ചില്ലാനം ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നത്. UDF ചരിത്രത്തിൽ ഒരിക്കലും ലഭിക്കാത്ത രൂപത്തിലുള്ള വിജയം UDF ലഭിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ കൃത്യമായ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്ന് ഇതിനേക്കാളും ഇനി വേറെന്താ അറിയേണ്ട കാര്യമാണ്. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുന്ന ആത്മവിശ്വാസം കൂടുകയാണ്. തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ ഇന്ന് ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ വോട്ട് ചെയ്ത ഒരു വലിയ ശതമാനം ആളുകൾ ആ ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുക. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ പരസ്യ പ്രചരണങ്ങൾ, ഈ പറയുന്ന നികുതി പണം കൂടി ഇതുവരെ എത്ര ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഇതുപോലെ പരസ്യത്തിന് പണം ചെലവഴിച്ച ഖജനാവ് കാലിയാണ് എന്ന് പറയുന്നു. ഇനി ബില്ല് മുഴുവൻ കൊടുക്കേണ്ടതാരാ? UDF ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത്. ഈ ബില്ല് ഒക്കെ കാരണം അവർക്ക് ധൈര്യം എന്താ? 9.5 കൊല്ലമായിട്ടും ഭരിച്ചിട്ട് പ്രഖ്യാപിക്കാത്ത DA ഇപ്പോൾ അവസാനം 21 ഗഡു DA പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം എന്താ? അവർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അവരൊരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. ഈ LDF സർക്കാരിൻ്റെ ന്യൂനതകൾ മാത്രമാണോ UDF അനുകൂലമായി? ഒരിക്കലും അല്ല. വളരെ കൃത്യമായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടല്ലേ UDF മുന്നോട്ട് പോകുന്നത്. ആരോഗ്യരംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി 200ഓളം വിദഗ്ധരുമായി ചർച്ച ചെയ്തൊരു വലിയ കോൺക്ലേവ്, വിദ്യാഭ്യാസ രംഗത്തൊരു കോൺക്ലേവ്, ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളടക്കം ഇൻഡസ്ട്രീസ് രംഗത്ത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ നമ്മുടെ ഖജനാവിലേക്ക് ഈ പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള ചെലവഴിക്കാനുള്ള പണം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനെ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കാൻ പറ്റും, വളരെ കൃത്യമായൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് UDF തെരഞ്ഞെടുപ്പിന്. ഈ റിബൽ സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യത? ഒരു സാധ്യതയില്ല. ഇനി ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ റബലിൽ നിന്ന് ഉള്ളത് ആർക്കാ? CPM-നാ. CPM-ൻ്റെ ആദ്യത്തെ 6 MLA-മാർ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിക്കാൻ പോവുക. അവരെല്ലാം UDF പിന്തുണയ്ക്കാനും പോവുകയാണ്. UDF പിന്തുണയ്ക്കാൻ പോവുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെതിരെയുള്ള വലിയ വികാരം നിലനിൽക്കുമ്പോൾ ആ വികാരത്തിന് ആ വികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി CPM-ൻ്റെ നേതാക്കൾ തന്നെ തയ്യാറായി വരുമ്പോൾ അവരെ പിന്തുണക്കേണ്ടത് തീർച്ചയായിട്ടും. അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അല്ല, അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. പാർട്ടിക്ക് ആ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഈ അസംതൃപ്തർ പെരുകി വരുന്നു, നേതാക്കൾ കൂടുതൽ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആഫ്റ്റർ ഇലക്ഷൻ വിക്ടറി ഉണ്ടായാൽ തന്നെ അതിലും ഒരു തർക്കം ഉണ്ടാകാനുള്ള സാധ്യത. ഒരു തർക്കമില്ല, ഒരു സാധ്യതയില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ റബലുകളും ഉണ്ടാവില്ല, ഒരു സംശയം. പിന്നെ റബലുകൾ നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ സ്വതന്ത്രരായി UDF-ൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ഒരു സമ്മർദ്ദ ശക്തിയാവും എന്ന ഒരു ധാരണ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വിശേഷിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം UDF-ൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഒരിക്കലുമില്ല. മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അവരൊരു കാര്യങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, ഞങ്ങൾക്കൊരു സീറ്റ് പോലും കൂടുതൽ വേണ്ട, ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള സ്ഥാനങ്ങൾ, ഞങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ മതി, അതിനപ്പുറം വേറെ ഒന്നും വേണ്ട. ഒരു പുതിയ വാദങ്ങളും ഒരു പുതിയ അവകാശവാദങ്ങളും ഒരിക്കലും മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടില്ല. പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമല്ലേ മുസ്ലിം ലീഗ്. പിന്നെന്തായാലും ഈ കോംപ്രമൈസ് അതൊരു കോംപ്രമൈസ് ആണോ? കാരണം 10 വർഷമായി കേരളത്തിൽ അധികാരമില്ല, ദേശീയ തലത്തിലും അധികാരമില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ലീഗ് അടക്കമാ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള കോംപ്രമൈസ് ആയിട്ട്? ഒരിക്കലും കോംപ്രമൈസ് അല്ല ഇത് കോംപ്രമൈസ് ഒന്നുമല്ല. അവരുടെ കൃത്യമായ നിലപാട് അവർ പ്രഖ്യാപിച്ചു. വളരെ കൃത്യമായി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നിലപാട് പ്രഖ്യാപിച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സുഖം അതാണ്. കാരണം ഒന്ന്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയോടുകൂടി സമീപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിപ്പോൾ ഞങ്ങൾ നല്ല ഒരുക്കത്തോടു കൂടി, പാർലമെൻറ്റ് ഇലക്ഷനെ ഒരുക്കത്തോടു കൂടിയാണ് സമീപിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾക്ക് റബൽ ശല്യം വേണ്ടത്ര ഉണ്ടായില്ലല്ലോ.
പണ്ട് കാലത്തൊക്കെ എത്ര റബ്ബർ മലപ്പുറം ജില്ലയിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വിലയിരുത്തുമ്പോൾ എത്ര സീറ്റ് ലഭിക്കാനാണ് സാധ്യത ഇക്കുറി? 16 സീറ്റാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ നിങ്ങൾക്കറിയാലോ, 16-ൽ താനൂർ, തവനൂർ, നഷ്ടപ്പെട്ടത് നിലമ്പൂർ, നഷ്ടപ്പെട്ട സീറ്റ് പൊന്നാനി, 4 സീറ്റാണ് നഷ്ടപ്പെട്ടിരുന്നത്. 12 സീറ്റാണ് UDF കിട്ടിയത്. നിലമ്പൂർ തിരിച്ചു പിടിച്ചു. ഇനിയുള്ളത് താനൂരും തവനൂരും പൊന്നാനിയാണ്. ഈ 3 സീറ്റുകളും, തവനൂർ നിങ്ങൾക്കറിയാം 2000 വോട്ടിനാണ് പോയത്. താനൂർ പോയത് 1000-ന് താഴെ വോട്ടുകൾക്കാണ്. അപ്പോൾ ഇത് നിർബന്ധമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോ, ഈ തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ 16-ൽ 16 സീറ്റും നേടുന്ന തെരഞ്ഞെടുപ്പ് വിജയം വിധിയായിരിക്കും ഉണ്ടാകും. BJP ഫാക്ടർ എത്രത്തോളം വർക്ക്? BJP സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ സമാഹരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ആരെയാണ് ദോഷമായിട്ട് ബാധിക്കുക? അല്ല, BJPയുടെ വോട്ടാണ്. BJPക്ക് വോട്ടുകളുണ്ട്. BJP ആ വോട്ട് പിടിക്കുന്നു. അതിനപ്പുറം BJPയുടെ ഇപ്പോൾ നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇപ്പോൾ ഈ പറയുന്ന ബൈ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പിന്നെ BJPക്ക് കാലാകാലങ്ങളായി കിട്ടുന്ന കുറച്ച് വോട്ട് പിടിക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സമ്മർദ്ദതന്ത്രമൊന്നും BJPക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. അത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി വരാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് BJP വോട്ട് കൂടുതൽ ക്യാൻവാസ് ചെയ്താലും അല്ല, ഇതിന് വേറൊരു കാര്യമുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന ചില സമീപനങ്ങൾ അവർ സ്വാഭാവികമായിട്ടും കേരളത്തിൽ BJPയുമായി ഒരു എന്താ പറയുക, പരസ്യമല്ലാത്ത രഹസ്യമായ ഒരു അലയൻസ് ഉണ്ടാക്കാൻ, എന്താ പറയുക, ഒരു അന്തർധാര രൂപപ്പെടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് രണ്ടുപേരും. അത് എത്രമാത്രമായി, എത്രമാത്രം അത് അവർക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ കഴിയും, അതിൻ്റെ ഒരു ഫലം എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാം. എന്തായാലും നിലവിൽ കാരണം രണ്ടുപേരും ഒരേപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുക. BJPയും CPMും ഒരേപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും നിങ്ങളും, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാനും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ മറ്റു വിഷയങ്ങൾ, ജനങ്ങൾ നേരിടുന്ന മറ്റു വിഷയങ്ങൾ, ഇപ്പോൾ വന്യമൃഗ ശല്യങ്ങളടക്കമുള്ള വിഷയം, ആ വിഷയങ്ങളിലെല്ലാം എന്താണ് നമ്മുടെ? വളരെ കൃത്യമായ നിലപാട് കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. കാരണം വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഇവിടേക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും സമഗ്രമായൊരു കാഴ്ചപ്പാടോടുകൂടി പദ്ധതി രൂപീകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതായ യാഥാർത്ഥ്യം. ഇപ്പോൾ വന്യമൃഗശല്യം, അതിനെന്താ വേണ്ടത്? ജനങ്ങളും അല്ലെങ്കിൽ ജനങ്ങളുടെ കൃഷിസ്ഥലവും ഫോറസ്റ്റും തമ്മിൽ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളെ സംരക്ഷിച്ച് നിർത്തുക. അതിനിപ്പോൾ ഉള്ളത് സൗരോർജ്ജ വേലിയാണ്. ഈ സൗരോർജ്ജ വേലി സമഗ്രമായി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഈ പറഞ്ഞ വന്യമൃഗങ്ങളെ മാറ്റി നിർത്താൻ കഴിയാവുന്ന രൂപത്തിൽ അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അത് സമഗ്രമായി ചെയ്യാനുള്ള ഒരു സംവിധാനം, അതിനുള്ളൊരു പ്ലാനിങ് ഇതുവരെ ഇല്ല എന്നതായി യാഥാർത്ഥ്യം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉയർത്തിക്കാണിക്കുന്ന നേതാക്കൾ, പ്രധാനമായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റൊന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് KC വേണുഗോപാൽ, അങ്ങനെ ഒരു ടേം വെച്ചായിരിക്കും മുഖ്യമന്ത്രി പദം ഭരണം കിട്ടിയാൽ എന്നൊരു ധാരണയാണ്. അതൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നതല്ലേ, നിങ്ങളുടെ ഭാവനയല്ലേ. ഒരിക്കലും ഉണ്ടാവില്ല. കോൺഗ്രസ്സിനൊരു മുഖ്യമന്ത്രി ഉണ്ടാവുള്ളൂ. ആ കോൺഗ്രസ്സിൻ്റെ മുഖ്യമന്ത്രി 5 കൊല്ലത്തേക്കുള്ള മുഖ്യമന്ത്രിയായിരിക്കും. ആര്യാടൻ ഷൗക്കത്ത് MLA ആണ് തൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ വേണ്ടി ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകളാണ് വളരെ വിശദമായി അദ്ദേഹം നമുക്ക് വേണ്ടി പങ്കുവച്ചത്. നമസ്കാരം.